ഗ്രാസ്. ഈ ഗ്രാസ് ആരാ? ഗ്രാസ് പ്ലാന്റ്. എന്ത് പ്ലാന്റ് ആണെന്നാ ഞാൻ പറഞ്ഞേ? ഈ പ്ലാന്റിനെ നമുക്ക് എന്ത് വിളിക്കാന്ന് പറഞ്ഞു? പ്ലാന്റ്സിനെ നമുക്ക് പ്രൈമറി പ്രൊഡ്യൂസർ എന്ന് വിളിക്കാന്ന് പറഞ്ഞേ. അപ്പൊ ഫസ്റ്റ് നമ്മൾ ഈ പറഞ്ഞ ചെയിനകത്ത്, ഫുഡ് ചെയിനകത്ത് ആരാ ഉള്ളത്? ഗ്രാസ്. ഈ ഗ്രാസിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണെന്നറിയോ? ഫസ്റ്റ് ലിങ്ക്. എന്ത് വിളിക്കും? ഫസ്റ്റ്. അതായത് നമ്മൾ എടുക്കുന്ന ഫുഡ് ചെയിനിൽ ആരാണോ സ്റ്റാർട്ടിങ്, ആ സ്റ്റാർട്ടിങ് ആയ പ്ലാന്റ് ആയിക്കോട്ടെ, അനിമൽ ആയിക്കോട്ടെ, ആരായാലും എവിടെ നിന്നാണോ സ്റ്റാർട്ട് ആവുന്നത്, മനസ്സിലാവുന്നോ? എവിടെ നിന്നാണോ നമ്മുടെ ഫുഡ് ചെയിൻ സ്റ്റാർട്ട് ആകുന്നത്, അതിനെ നമ്മൾ ഏത് പേര് വിളിക്കും? ഫസ്റ്റ് ലിങ്ക് എന്ന് വിളിക്കും. അതുപോലെ നമ്മുടെ ആ ഫുഡ് ചെയിൻ അവസാനിക്കുന്ന ഒരു ലിങ്ക് ഉണ്ട്, അവസാനിക്കുന്ന ഒരാള്. ഇപ്പൊ നമ്മൾ പറഞ്ഞു, ഗ്രാസ് പറഞ്ഞു, ഗ്രാസ് ഹോപ്പർ പറഞ്ഞു, ഫ്രോഗ് പറഞ്ഞു, സ്നേക്ക് പറഞ്ഞു, ഫോക്സ് പറഞ്ഞു, വൾച്ചർ പറഞ്ഞു, ഇല്ലേ? അങ്ങനെയാണോ പറഞ്ഞ? അല്ല, വൾച്ചർ കഴിഞ്ഞിട്ട് ഫോക്സ്, അങ്ങനെയല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഫുഡ് ചെയിനിൽ ആരാ ലാസ്റ്റ് വന്ന് നിൽക്കുന്നേ? ഫോക്സ്. ആ ഫോക്സിനെ വിളിക്കുന്ന ഒരു പേരുണ്ട്, എന്താ? ലാസ്റ്റ് ലിങ്ക്. മനസ്സിലായോ? ഫസ്റ്റ് ഏത് ഫുഡ് ചെയിൻ ആയിക്കോട്ടെ, ഫസ്റ്റ് തുടങ്ങുന്നതിനെ നമ്മൾ ഫസ്റ്റ് ലിങ്ക് എന്ന് വിളിക്കും. ലാസ്റ്റ് എവിടെ വന്ന് അവസാനിക്കുന്നു അതിനെ നമ്മൾ എന്ത് വിളിക്കും? ലാസ്റ്റ് ലിങ്ക് എന്ന് വിളിക്കും. മനസ്സിലായോ? ഇനിയിപ്പോ ഞാൻ ചോദിക്കട്ടെ, നമ്മള് ഇപ്പൊ ഈ ഒരു ഇത് പറഞ്ഞല്ലോ, ഗ്രാസ്, ഗ്രാസ് ഹോപ്പർ, ഫ്രോഗ്, സ്നേക്ക്, വൾച്ചർ, ഫോക്സ്. സപ്പോസ് ഈ ഫുഡ് ചെയിൻ ഇത്ര പേര് മാത്രമേ ഉള്ളൂ ഈ ഫുഡ് ചെയിനകത്ത്. ഇതിനകത്ത് വൾച്ചർ അവിടെ ഇല്ല. എന്ത് സംഭവിക്കും? വൾച്ചർ എന്ന് പറയുന്ന ആ ഒരു അനിമൽ, അല്ലെങ്കിൽ വൾച്ചർ എന്ന് പറയുന്ന ആ ഒരു അനിമൽ നമ്മുടെ ഈ ഫുഡ് ചെയിനിലേ ഇല്ല. എന്ത് സംഭവിക്കുന്നത്? എന്ത് സംഭവിക്കും? ഗ്രാസിനെ ഗ്രാസ് ഹോപ്പർ കഴിക്കും, ഗ്രാസ് ഹോപ്പറിനെ ഫ്രോഗ് കഴിക്കും, ഫ്രോഗിനെ ആര് കഴിക്കും? സ്നേക്ക് കഴിക്കും. സ്നേക്കിനെ ആര് കഴിക്കും? സ്നേക്കിനെ കഴിക്കാൻ അവിടെ വൾച്ചർ ഉണ്ടോ? ഇല്ലല്ലോ. നമ്മൾ ഈ പറഞ്ഞതിനകത്ത് വൾച്ചർ വരെ മാത്രമേ ഉള്ളൂ നമ്മൾ പറഞ്ഞു, ഇല്ലേ? ഇതിനകത്തോടെ വൾച്ചർ എന്ന് പറയുന്ന ജീവി അവിടെ ഇല്ല. എന്ത് സംഭവിക്കും? ഈ സ്നേക്ക് എന്ന് പറയുന്ന അനിമല് എന്ത് സംഭവിക്കും? ഭൂമിയിൽ ഇങ്ങനെ ക്രമാതീതമായിട്ട് എന്താവും? ഉണ്ടായിക്കൊണ്ടേയിരിക്കും. മനസ്സിലായില്ലേ? അങ്ങനെ ക്രമാതീതമായിട്ട് ഒരു അനിമൽ ഒരു ഭൂമിയിൽ ഉണ്ടാകാൻ പാടുണ്ടോ? പാടില്ല. ഒരു പരിധിയിൽ കൂടുതൽ ഏത് അനിമലോ ഏത് പ്ലാന്റോ നമ്മുടെ ഭൂമിയിൽ വന്നു കഴിഞ്ഞാൽ അത് എന്ത് സംഭവിക്കും? നമ്മുടെ ഭൂമിയുടെ ബാലൻസ് തെറ്റും. മനസ്സിലായല്ലേ? അപ്പൊ നമ്മുടെ ഭൂമിയുടെ ബാലൻസ് ശരിയാക്കുന്നതിന്, നമ്മുടെ എക്കോസിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ ആവാസ വ്യവസ്ഥ, ഇതെല്ലാം ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് എന്താ? ഓരോ അനിമലും, ഒരു അനിമലിനെ വേറൊരു അനിമൽ കഴിക്കുന്നതും ആ അനിമല് നശിച്ച് മണ്ണിനോട് ചേരുന്നതും. മനസ്സിലായോ? ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ വൾച്ചർ ഇല്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും? ഈ സ്നേക്ക് എന്ന് പറയുന്ന അനിമൽ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേ മൾട്ടിപ്ലൈ ആയിക്കൊണ്ടേയിരിക്കും. മനസ്സിലായോ? അത് നശിക്കത്തേ ഇല്ല. പക്ഷെ ആ അനിമൽ നശിക്കണമെങ്കിൽ എന്ത് വേണം? അതിനെ കഴിക്കുന്ന അതിനെക്കാട്ടും വലിയൊരു അനിമൽ വേണം. അതാണ് നമ്മുടെ എന്ത്? ഹാബിറ്റാറ്റ് അഥവാ ആവാസ വ്യവസ്ഥ. മനസ്സിലായോ?